നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മമ്മി ഉണ്ടാക്കിയതാണ്. വളരെ രുചികരമായ കൂൺ കറി. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 2 കപ്പ് കൂണ് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ വേണ്ടുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് 1/2 കപ്പ് കരിക്കാണ് വേണ്ടത്. അതും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളിയും. 5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയതിലേക്ക് ചുമന്നുള്ളിയും കരിക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴന്നു വരുമ്പോഴത്തേക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന കൂണും കൂടെ ഇതിലേക്കിടുക. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് ഒരു 10 മിനിറ്റ് മീഡിയം ഹീറ്റിലിട്ട് വഴറ്റിയെടുക്കുക. ഒരു 15 അരിയും 3 ടേബിൾ സ്പൂൺ തേങ്ങായും കൂടി ഒന്ന് ചൂടാക്കി അരകല്ലേ വെച്ച് തന്നെ അരച്ചെടുത്തതാണ്. അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂൺ എത്രമാത്രം വഴന്നെന്ന് നോക്കാം. കൂൺ വഴന്നു വരുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വെള്ളം, കൂണിൻ്റെ ആ ഫ്ലഷ് ലീവ്സിൽ നിന്ന് വെള്ളം കറിയിലേക്ക് വരും. അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുക. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പറയുന്ന അതേ മെത്തേഡിൽ ഉണ്ടാക്കിയാൽ വളരെ രുചികരമായിട്ട്, ഞാൻ ഇതുപോലെ രുചികരമായിട്ട് ഇങ്ങനെ ഒരു കൂൺ കറി കഴിച്ചിട്ടേ ഇല്ല. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് 2 മുളക് ഇതിലേക്ക് കീറിയത് ഇട്ട് കൊടുക്കുക, പച്ചമുളക്. പിന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക. എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് 2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ അരിയും തേങ്ങായും കൂടി അരച്ച മിശ്രിതത്തിലേക്കാണ് ഇത്രയും പൊടികൾ ചേർത്ത് ഇളക്കിയെടുക്കുന്നത്. ഇത് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് നമ്മൾക്കിവിടെ കിട്ടും. ഇത് ഇളക്കി വരുമ്പോഴേക്കും കൂടുതൽ കട്ടിയായിട്ട് കിട്ടുന്ന പരുവമാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. മമ്മി പറയുന്നത് ഇത് കുഴഞ്ഞിരിക്കണമെന്നാണ്. നമ്മുടെ എണ്ണ അവിടെ ചൂടായി ഇരിപ്പുണ്ട്. അത് സിമ്മിലേക്കാക്കുക. എന്നിട്ട് ഈ മിശ്രിതം ഈ എണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഈ പച്ചമുളകും കൂടെ മൂപ്പിച്ച് ഇതിലേക്കിട്ടിട്ട് സിമ്മിലേക്കാക്കി നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ, തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. കട്ടിയുള്ള ചീനിച്ചട്ടിയാണെങ്കിൽ തീ ഫുള്ളായിട്ട് ഓഫ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കൂൺ മിശ്രിതത്തിലേക്ക് ഈ മൂപ്പിച്ച മസാലകൾ എല്ലാം കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഇളക്കണം. ഇച്ചിരി സമയമെടുക്കും, പക്ഷേ അടിപൊളി രുചിയിലുള്ള ഒരു കറിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. അതിനുശേഷം നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് നമ്മൾക്ക് എത്രയും ചാറ് ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർക്കാം. മമ്മി ഉണ്ടാക്കുന്ന ഒരു പെരണ്ടിരിക്കുന്ന ഒരു കറിയാണ്. ചോറിനോ ചപ്പാത്തിക്കോ അടിപൊളിയാണ്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിച്ചത് വരെ ചേർക്കാം. അധികം എരിവ് വേണ്ടാത്തവർക്ക് 1/2 ടീസ്പൂൺ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.